ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച ബെയിലിൻ ദാസിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 12 വിധി പറയുക. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. ഷീജ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് ബെയിലിൻ ദാസ് അകത്ത് തന്നെ കിടക്കുമോ അതോ അയാൾക്ക് ബെയിൽ കിട്ടുമോ എന്നറിയാനാണ്. ഇരു വിഭാഗങ്ങളുടെയും പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും വാദങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കോടതി ഇന്ന് വിധി പറയും, അല്ലേ? ഗുഡ് മോർണിംഗ് മനു. തീർച്ചയായും ഇന്നിപ്പോൾ ഏതായാലും ബെയിലിൻ ദാസിന്റെ കാര്യത്തിൽ ബെയിലിൻ ദാസിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് രാവിലെ 11 മണിക്ക് തന്നെ കാര്യങ്ങൾ വ്യക്തമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ ജാമ്യാപേക്ഷയിൽ ഇരുവിഭാഗത്തിന്റെയും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും വാദം പൂർത്തിയായിരുന്നു. ഇതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഈ മർദ്ദനം ഏൽക്കേണ്ടി വന്ന അഭിഭാഷകയായ ശ്യാമിലിയുടെ രഹസ്യമൊഴിയൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. അത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ പ്രതിക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവർ ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ് സാക്ഷികളും. അതുകൊണ്ട് അത്തരത്തിലൊരു സാഹചര്യം സാധ്യത ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രതിക്ക് ജാമ്യം നൽകരുത് എന്നുള്ളൊരാവശ്യമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. പക്ഷേ പ്രതിഭാഗം വാദിക്കുന്നത് ഈ ശ്യാമിലിയിൽ നിന്ന് ബെയിലിൻ ദാസിനും പരിക്കേൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത്. അതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നൊരു സംഭവം ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു തരത്തിലും ശ്യാമിലിയോട് പെരുമാറിയിട്ടില്ല. അപ്പോൾ ആ സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്ന് പറയുന്ന വകുപ്പ് നിലനിൽക്കില്ല എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. അതാണ് പ്രതിഭാഗം വാദിച്ചത്. ഏതായാലും ഇരുവിഭാഗത്തിൻ്റെയും പൂർണ്ണമായിട്ടുള്ള വാദം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 12 കേസ് പരിഗണിക്കുന്നത്. 11 മണിക്ക് തന്നെ കേസെടുക്കുമ്പോൾ ഇതിൽ ജാമ്യാപേക്ഷയിലുള്ള വിധി വരുന്നതായിരിക്കും. നിലവിലിപ്പോൾ ഏതായാലും റിമാൻഡിലാണ് പ്രതി ബെയിലിൻ ദാസ് ഉള്ളത്. ഈ മാസം 30 വരെയാണ് റിമാൻഡ് കാലാവധിയുള്ളത്. തിരുവനന്തപുരം ജില്ലാ ജയിലിലാണ് ബെയിലിൻ ദാസ് ഉള്ളത്. ഇന്നിപ്പോൾ ജാമ്യം ലഭിച്ചാലും ഇല്ലെങ്കിലും കോടതിയുടെ തീരുമാനത്തെ താൻ അംഗീകരിക്കുന്നു എന്നുള്ള കാര്യമാണ് ശ്യാമിലി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. അതിനൊപ്പം തന്നെ ശ്യാമിലി തൻ്റെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് ബാർ അസോസിയേഷനിലെ ഉൾപ്പെടെ ഭൂരിപക്ഷം അഭിഭാഷകരും തനിക്കെതിരെ തെറ്റായ രീതിയിൽ പ്രചരണം നടത്തുന്നുണ്ട്. അത് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് എന്നുള്ള കാര്യം അവരുടെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ കഴിഞ്ഞ ദിവസം ശ്യാമിലിയുടെ ഒരു ഓഡിയോ ഇട്ടിരുന്നു. അതിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങളും വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ശ്യാമിലി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഏതായാലും കോടതിയുടെ തീരുമാനത്തെ താൻ അംഗീകരിക്കുന്നു. ഈ കേസിൽ ബെയിലിൻ ദാസ് അറസ്റ്റിലായി ജയിലിൽ കിടന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തനിക്ക് ആ വിഷയത്തിൽ തന്റെ പോരാട്ടം വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് കണക്കുകൂട്ടുന്നത് എന്നൊരു പ്രതികരണം കഴിഞ്ഞ ദിവസം തന്നെ ശ്യാമിലി നടത്തിയിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതാണ്. മനു, ശരി, ഏതായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് കോടതി തീരുമാനിക്കാൻ പോകുന്നതെന്ന്. ബെയിലിൻ ദാസ് അകത്ത് കിടക്കുമോ അതോ അയാൾക്ക് ജാമ്യം കിട്ടുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ആ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കോടതിയുടെ തീരുമാനത്തിന് വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 11 മണിയോടുകൂടി തന്നെ കോടതി ചേരുമ്പോൾ തന്നെ ആദ്യ കേസുകളായി തന്നെ ഇയാളുടെ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ഷീജ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.